നല്ല ആവേശത്തിലാണ്. മൂന്ന് പാർട്ടികളും നല്ല ആവേശത്തിലാണ്. വോട്ട് കൂടുതൽ കിട്ടുന്നവർ കൊണ്ടു BJP. നമസ്കാരം. തിരഞ്ഞെടുപ്പ് ആവേശം അങ്ങനെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നേമത്താണ്. ത്രികോണ മത്സരം എങ്ങനെയുണ്ട് പവർ? കൊടിപാറും കൊട്ടിക്കലാശമാണ്. ഇത്രയും ദിവസവും വാഹന പ്രചരണം, പര്യടനം, വോട്ടുറപ്പിക്കാനുള്ള ഓട്ടം, ഒടുവിൽ ഇന്ന് സമാപനം വരികയാണ്. നാളെ നിശബ്ദ പ്രചാരണം. ഭയങ്കര ആഘോഷമുണ്ട്. നമുക്ക് ബാക്കിൽ കാണുമ്പോൾ തന്നെ അറിയാം, ആവേശം വാനോളം ഉയരുന്നുണ്ടല്ലേ. വലിയൊരു ആവേശത്തിലും അതുപോലെ തന്നെ കൊട്ടിക്കലാശത്തിന്റെ തുടക്കമാണ് ഇത്. ഇനി അങ്ങോട്ട് ഗംഭീര പ്രകടനമൊക്കെ ആയിരിക്കും. സ്ഥാനാർത്ഥികൾ എത്തുന്നുണ്ട്. ആ കൊട്ടിക്കലാശത്തിലേക്ക് വൈകുന്നേരം ആകുമല്ലേ കൊട്ടിക്കലാശം. 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആയി. ഇപ്പൊ തന്നെ ബ്ലോക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഉള്ളവരൊരു എങ്ങനെയുണ്ട് അവസാന നിമിഷത്തെ ഒരു പ്രതീക്ഷ എന്താണെന്ന് ചോദിക്കാം. ഇപ്പൊ അവസാനം എത്തിയിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് വിശ്വാസം? കൊട്ടിക്കലാശത്തിന്റെ വൈബ് ആയില്ല, തുടങ്ങില്ല. തുടക്കം എങ്ങനെയുണ്ട്? നിയമമണ്ഡലത്തിൽ BJP ഇവിടെ നന്നായിട്ടുണ്ട്. എല്ലാ വർഷവും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ പാർട്ടിക്കാരും വരുന്നുണ്ട്. എല്ലാ പാർട്ടികളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല ആവേശത്തിലാണ്. മൂന്ന് പാർട്ടികളും നല്ല ആവേശത്തിലാണ്. വോട്ട് കൂടുതൽ കിട്ടുന്നവർ കൊണ്ടു നല്ല ആവേശം. BJP. BJP തന്നെ അതൊന്നും പറയുന്നില്ല. BJP ഭയങ്കര ആവേശം തന്നെ. ഓ ജയിക്കും. രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കും. ആരുണ്ടോ? രാജീവ് ചന്ദ്രശേഖരൻ. ഭരണമാറ്റം ഉണ്ടാകും. വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി. അതിലൊന്നും വീടില്ല. രാജീവ് ചന്ദ്രശേഖരൻ തോന്നുന്നു. രാജീവ് ചന്ദ്രശേഖരൻ BJP-യിലെ ഭരണമാറ്റം ഉണ്ടാവുമെന്ന് കേട്ടാൽ BJP-ക്ക് ഭരണം കിട്ടില്ലെന്നുള്ളത് നിങ്ങൾക്കും അറിയാം. പക്ഷെ ഇവിടെ സീറ്റ് പിടിക്കും, ഉറപ്പാണ്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ 20,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരും. അങ്ങനെ പല സ്ഥലങ്ങളിലും BJP മുന്നേറും. അതാണ് ഇവിടെ നടക്കാൻ ഇന്നത്തെ അവസ്ഥ. മാറാതെ കേരളം മാറണം. ഇത്ര നാളും ഇവിടെ ഭരണം നടന്നു. ഭാരത ഇടതും അങ്ങോട്ടും ഇങ്ങോട്ടും ഭരിച്ചു. കേരളം ഇത് ഭരണം വേണം, മോദിജി വേണം. ഭരണം മാറ്റം വേണം. കിട്ടുന്ന നമുക്കൊരു വികസനം, യുവജനങ്ങൾക്കൊരു വിദ്യാഭ്യാസം, ഇതൊക്കെ വേണം. നാട് നന്നായിട്ടില്ല. അതിവിടെ 100% വലിയ ആവേശത്തിലാണ് പറയുന്നത് പോലെ. നാടിന് വേണ്ടിയാണ് പറയുന്നത്. അടുത്ത വീട് നിന്നാവും. അപ്പൊ നമ്മൾ ആദ്യം നിന്നാവും. അതിനു വേണ്ടിയുള്ള ഒരു സാധനം. നമ്മൾ ഇന്ന് ചോദിച്ച ഏതാണ്ട് എല്ലാവരും BJP കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. നിയമം കൈവിട്ട് പോകുമോ എന്നൊരു അതുമതി കാത്തിരുന്ന് കാണാം. എന്തായാലും വലിയ ആവേശമാണ് നിയമത്തുള്ളത്. ഈ പറയുന്ന പോലെ 3 മുന്നണികളുടെ പ്രകടനം വലിയ ആവേശത്തിലേക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഒരുപാട് കാണാനുണ്ട്. നമുക്ക് അടുത്ത മണ്ഡലം കൂടെ കവർ ചെയ്യാം.
ചേച്ചി